നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ അവർ മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ റിലേഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില സമയത്ത് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ അവരെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് സംസാരിക്കുന്നതായിരിക്കില്ല, പറയുന്നതായിരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ടെമ്പറൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ റിലേഷനിൽ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടും ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. രണ്ടുപേരും പരസ്പരം ഒരുപോലെ സ്നേഹിക്കുന്നു. അതിനിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്റ്റിലോട്ടേക്ക് റിലേഷൻ പോകുന്നു. അതിന്റെ റീസൺ നിങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും വഴക്കിടുന്ന സിറ്റുവേഷൻസ് റിലേഷനിൽ ക്രിയേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം ചില സമയത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും. ആ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്ന, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വഴി ചിലപ്പം തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ടാവാം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഈ റിലേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ക്രിയേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 5 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. മിസ് ചെയ്യുന്നത് മാത്രമല്ല, അവര് കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്താ പറയുക, റിലേഷൻ വിട്ടു പോവുക, അല്ലെങ്കിൽ ഈ റിലേഷൻ എന്നിൽ നിന്ന് അകന്നു പോവാണ് എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന എനർജിയാണ് കേട്ടോ. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരം ഉണ്ടാവുന്നത്. ആളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതായത് ആള് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രമേ ഹേർട്ട് ആവുന്നു എന്നുള്ളത് ആള് ചിന്തിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ആളുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് അത് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ആളോട് സ്നേഹമില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുന്നത്, ആളെ ഹേർട്ട് ചെയ്യുന്നത് നിങ്ങൾ അതുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്തയിലും വേദനയിലുമാണ് ആളുള്ളത് കേട്ടോ. ദ എംപ്രസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട്, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി അവരെ കെയർ ചെയ്യുന്ന ലെവലിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അവർ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളായിരിക്കാം. അവർ സെൽഫ് ലവ് ചെയ്യുന്ന, അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ലൈഫിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ അവരെ അത്രയും ഹേർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് അത്രയും ഡിസ്റ്റർബ്ഡ് ആവുന്നത്, അവർക്ക് വിഷമം വരുന്നതൊക്കെ നിങ്ങളെ അത്രയും അവർ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അവര് ആ ഒരു വിഷമം കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ അത്രയും പെയിൻ വരുമ്പോഴാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല നിങ്ങൾ പേഴ്സൺ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പറഞ്ഞ രീതിയിലായിരിക്കില്ല അവർ അതിനെ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഈ റിലേഷനിൽ ഇങ്ങനെ ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നതെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതൊരു കർമ്മയാണ്. നിങ്ങൾ തമ്മിൽ റിലേഷനിൽ ഇടയ്ക്ക് വരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ ആണത്. അപ്പോൾ അത് മനസ്സിലാക്കി പരസ്പരം ഒരു ധാരണയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രയും അവർ സ്നേഹിക്കുന്നത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും തന്നെയാണ്. പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ പറയുന്നത് ഏത് രീതിയിലാണ് അവർ മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ റിലേഷനിൽ വരുന്നു. അത് നിങ്ങളുടെ റിലേഷനെ കൂടുതൽ ഒരു പെയിൻഫുൾ ആക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. അവരുടെ കരിയറിലോട്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കരുതുന്നത് റിലേഷനിലോട്ട് തന്നെ എപ്പോഴും ഇൻവോൾവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി നിന്നിട്ടാണ് അവർക്ക് ഇത്രയും പെയിൻ വരുന്നത്. അപ്പം കുറച്ച് ഫ്രീ മൈൻഡഡ് ആയിട്ട് ഇരിക്കാം,
അവരുടെ കാര്യങ്ങളിലോട്ട് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കാമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരിപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ നിൽക്കുന്നുണ്ടാവുക കേട്ടോ. ഇത് മിക്കവാറും കണക്ട് ആവുന്നത് ഒരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. കാരണം അവരൊരു ലെസ് കോണ്ടാക്ട് വെച്ചതിന്റെ റീസൺ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല എന്നാണ് കാണിക്കുന്നത്. അവരൊരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് അവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നു. അത് അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ റിലേഷൻ മുന്നോട്ട് പോകുന്ന എനർജിയാണ്, കണ്ടിന്യൂ ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഹീലിംഗ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു ഹീലിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ മനസ്സിലുള്ള അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ വിഷമങ്ങളും നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് അവർക്കത് ഹീൽ ചെയ്ത് പോകുന്നതായിട്ട്, അവർ മറ്റൊരു പേഴ്സൺ ആയിട്ട് മാറുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത്. അവരെത്ര അകന്ന് നിൽക്കുക അല്ലെങ്കിൽ മാറി നിൽക്കാം എന്നുള്ള രീതിയിൽ മാറി നിന്നാലും അവർക്കതിന് സാധിക്കുന്നില്ല. ഏത് സമയത്തും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളുമാണ് അവരുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. റിമൈൻ പോസിറ്റീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ പോസിറ്റീവായിട്ട് ഇരിക്കുക, പോസിറ്റീവായിട്ട് ഈ റിലേഷനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് കൊടുത്ത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മകം, പൂരം, കാസർഗോഡ്, 1994, ആയില്യം, നവംബർ, ഉത്രട്ടാതി, ചോതി, ഉത്രാടം, ജൂൺ 1996. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.